ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ BBA എക്സാം എഴുതാൻ പോകുന്നവർക്ക് ഈ വരുന്ന ശനിയാഴ്ച 15-ാം തീയതി എന്താണ് അക്കൗണ്ടിങ് ഫോർ മാനേജേഴ്സിൻ്റെ എക്സാമാണ്. നമ്മൾ നേരത്തെ എന്ത് ചെയ്തു, ഒരു എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് നേരത്തെ നോക്കി. ഇനി നമുക്ക് നോക്കേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ വരുമെന്ന് നോക്കാം. അപ്പോൾ അവർ തന്നെ അവരുടെ സ്റ്റഡി മെറ്റീരിയലിനകത്ത് എന്ത് തന്നിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ ഒന്നല്ല 2 മോഡൽ തന്നിട്ടുണ്ട്. ആ 2 മോഡലും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഈ 2 മോഡലിലെയും എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ നമ്മളെ കൊണ്ട് അറിയാമോ, ഇല്ലെങ്കിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ എന്ന് നോക്കാം. ഇപ്പോൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇത് മാത്രം പ്രതീക്ഷ പോരുത്. ബട്ട് എന്താണ്, നമ്മളെ കയ്യിൽ അവരൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടും, അതാണ് കളി. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അവർ കൈ തന്നു എന്നിട്ട് നമ്മൾ നോക്കാതെ പോകുന്ന തെറ്റല്ലേ. നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം, ചെയ്യാൻ പറ്റുന്നതാണോ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആൻ അസറ്റ്? ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, പഴയ വീഡിയോയിൽ മുമ്പ് വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു. അക്കൗണ്ടിങ് ടേംസ് 2 മാർക്കിന് അല്ലെങ്കിൽ 1 മാർക്കിന് ചോദിക്കാം. വാട്ട് ഈസ് ആൻ അസറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ജേണൽ പ്രോപ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വാട്ട് ഈസ് അസറ്റ് എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം വേണം. എന്താണ്, ക്യാഷ് അല്ലെങ്കിൽ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നവയാണ് അസറ്റ് എന്ന് പറയുന്നത്. ജേണൽ പ്രോപ്പർ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് 7 സബ്സിഡറി ബുക്കുണ്ട്. ആ പറഞ്ഞ 7 സബ്സിഡറി ബുക്കിലെ 6 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത, ഒരു സ്പെസിഫിക് ഹെഡിൽ വീഴാത്ത കാര്യങ്ങളെയാണ് എവിടെ എഴുതുന്നത്, ജേണൽ പ്രോപ്പറിൽ എഴുതുന്നത്. അപ്പോൾ എന്താണ്, മറ്റുള്ള ബുക്കിലൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത ജേണൽ എൻട്രികളെ എഴുതുന്ന ഒരു സബ്സിഡറി ബുക്കാണ് ജേണൽ പ്രോപ്പർ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ട്രയൽ ബാലൻസ്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. എന്താണ്, ടു ഫൈൻഡ് ദി അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് എന്താണ് അക്കൗണ്ടുകൾ. ഓക്കെ, അക്കൗണ്ടുകളുടെ അരിത്തമെറ്റിക്കൽ ആക്യുറസി അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്നത്. ഹൂ ഈസ് എ സോൾ പ്രൊപ്പറേറ്റർ? വാട്ട് ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ വാട്ട് ഈസ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് വെച്ചാൽ ഉത്തരമൊന്നുമില്ല. എന്താണ്, ഒറ്റയ്ക്ക് ബിസിനസ് നടത്തുന്ന ആൾ, ഒരു ഓൺട്രപ്രണറിനാണ് എന്തെന്ന് വിളിക്കുന്നത്, സോൾ പ്രൊപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. ഹൗ ഡു യു കാൽക്കുലേറ്റ് നെറ്റ് സെയിൽസ്? ഓക്കെ, നല്ലൊരു ചോദ്യം. എങ്ങനെയാണ് നെറ്റ് സെയിൽസ് കണ്ടുപിടിക്കുക? നെറ്റ് എന്ന് പറയുന്ന വാക്ക് എപ്പോഴും അവർക്ക് എവിടെ നിന്നായിരിക്കും പറ്റുന്നത്, ഗ്രോസിൽ നിന്നായിരിക്കും. ഗ്രോസ് സെയിൽസിൽ നിന്ന് എന്ത് കുറയ്ക്കണം, സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് കോസ്റ്റുകൾ, കോസ്റ്റ് റിലേറ്റഡ് ടു സെയിൽസ് ഫ്ലോട്ടേജ് കോസ്റ്റ് എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. അങ്ങനെയുള്ള സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കോസ്റ്റുകൾ പോയി കഴിയുമ്പോൾ പിന്നീട് കിട്ടുന്നതാണ് നെറ്റ് സെയിൽ എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഗ്രോസിനകത്ത് നിന്ന് എന്ത് കുറയ്ക്കണം, ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റുകൾ കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് സെയിൽ കിട്ടും. ഇനിയുള്ള എന്താണ്, വാട്ട് ടൈപ്പ് ഓഫ് എക്സ്പെൻസ് ആൻഡ് ഇൻകം അപ്പിയർ ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്? ഓർക്കുക, അവിടെ ഞാൻ പറഞ്ഞത് ആ ഒരു ബേസിക് ഫോർമാറ്റ് അറിഞ്ഞിരിക്കണം. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്, വെറും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ട്രേഡിങ്ങിൻ്റെ അകത്താണ് ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻകവും ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസും വന്നത്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് വരും, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻകവും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസും വരും. പിന്നെ ചോദിക്കുന്നു, വാട്ട് ഡു മീൻ ബൈ ഫിനാൻഷ്യൽ റേഷ്യോ? ഇപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ റേഷ്യോ എന്ന് പറയുന്നത്? ഒന്നുമില്ല, ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ ബേസ് ചെയ്തുണ്ടാക്കിയ, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഡൈമെൻഷന് മറ്റൊരു ഫിനാൻഷ്യൽ ഡൈമെൻഷനായിട്ടുള്ള റിലേഷൻ കാണിക്കുന്ന ഒരു ഒരു ഫ്രാക്ഷനെയാണ് ഫിനാൻഷ്യൽ റേഷ്യോ എന്ന് വിളിക്കുന്നത്. ഞാനിവിടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യൻ്റെയും ഹെഡിങ് എഴുതിയിട്ടേ ആൻസർ ചെയ്താവൂ. ആ ഒരു ഫോർമാറ്റിംഗ് ഒന്ന് മനസ്സിലുണ്ടാവട്ടെ. ഓക്കെ, പിന്നെ വാട്ട് ആർ ദ മേജർ സോൾവൻസി റേഷ്യോസ്? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഉൾപ്പെടെയുള്ള സോൾവൻസി റേഷ്യോസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അതിൻ്റെ പേരെങ്കിലും കാണാതെ അറിയാതെ പറ്റില്ല എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, സോൾവൻസി റേഷ്യോയുടെ പേരുകൾ നോക്കുക. വിച്ച് റേഷ്യോ മെച്ചർ ദ സ്പീഡ് ഓഫ് അസറ്റ് കൺവേർഷൻ ഇൻ ടു സെയിൽസ്? അസറ്റിനെ സെയിലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന, അതായത് അസറ്റുകൾ പിന്നെ സെയിൽസുകൾ, ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ നോക്കുന്ന റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത്, ടേൺ ഓവർ റേഷ്യോ. ഒരു കാര്യം മനസ്സിലായി, കൺവേർഷൻ എന്ന വാക്ക് വന്നുകൊണ്ട് എന്ത് മനസ്സിലായി, ടേൺ ഓവർ റേഷ്യോ ആണ് ചോദിക്കുന്നത്. ബട്ട് ഓർക്കുക, ടേൺ ഓവർ റേഷ്യോയുടെ അകത്തുള്ളൊരു റേഷ്യോ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്, ഫിക്സഡ് അസറ്റ് ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. ഫിക്സഡ് അസറ്റാണ്, ഫിക്സഡ് അസറ്റ് സെയിൽസ് ടേൺ ഓവർ റേഷ്യോ ഉണ്ട്, ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഉണ്ട്. അതുപോലെ എന്ത് ടേൺ ഓവർ റേഷ്യോ ആണെന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് നോക്കാം. ഇപ്പോൾ ടേൺ ഓവർ റേഷ്യോ നിങ്ങളുടെ സിലബസിൽ പറയാത്തൊരു കാര്യം, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വന്നു, നിങ്ങൾ സിലബസിൽ പറഞ്ഞിട്ടില്ല ആ കാര്യം. ബട്ട് സ്റ്റിൽ നമുക്ക് ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറഞ്ഞാലേ പറ്റും. അപ്പോൾ ബേസിക്കായിട്ട് അറിയാം, കൺവേർഷൻ എന്ന വാക്ക് വന്നാൽ അതിൻ്റെ അർത്ഥം എന്താ, ടേൺ ഓവർ റേഷ്യോ ആണ്. പിന്നെ വാട്ട് ഈസ് ദ ഐഡിയൽ റേഷ്യോ ഫോർ കറണ്ട് റേഷ്യോ? അതും ഒരു ഹയർ ലെവൽ ചോദ്യമാണ്. കറണ്ട് റേഷ്യോ എന്ന് പറയുമ്പോൾ എത്ര വരണം? ഓക്കെ, കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് ഒരു ലയബിലിറ്റിക്ക്, 1 രൂപയുടെ ലയബിലിറ്റിക്ക് 2 രൂപയുടെ അസറ്റ്, അതാണ് എന്തെന്ന് പറയുന്നത് ഐഡിയൽ എന്ന് പറയുന്നത്.
പിന്നെ വാട്ട് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ? വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് ഇവിടെ ചോദിച്ചാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഉത്തരവ് ഇതാണ്. ഡേ ടു ഡേ ആക്ടിവിറ്റിക്ക് വേണ്ടി ബിസിനസ് കയ്യിൽ വെച്ചേക്കുന്ന ഒരു എമൗണ്ടിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പിന്നെ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്? ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. പർപ്പസ് എന്തായിരുന്നു കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ? പിന്നെ കോസ്റ്റ് കണ്ടെത്തുക, കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുക. പിന്നെ വാട്ട് ഈസ് പ്രൈം കോസ്റ്റ്? പ്രൈം കോസ്റ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണെന്ന് അറിഞ്ഞേ പറ്റുമോ? നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കാം, അതിൻ്റെ ഒരു ഇനിഷ്യൽ പാർട്ടി വരുന്നതാണ്. പിന്നെ വാട്ട് ഈസ് മാർജിനൽ കോസ്റ്റ്? മാർജിനൽ കോസ്റ്റ് നേരത്തെ പറഞ്ഞു, വേരിയബിൾ കോസ്റ്റിന് മറ്റൊരു പേരാണ്. ഒരു അഡീഷണൽ യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഒരു അഡീഷണൽ ആയിട്ട് ഒരു യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന കോസ്റ്റാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. വാട്ട് ഡു മീൻ ബൈ മാർജിൻ ഓഫ് സേഫ്റ്റി? ഇപ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. എന്തായിരുന്നു? രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്ത് നോക്കാം. എന്ത് ഓർമ്മയുള്ളവർ അല്ലെങ്കിൽ കണ്ടിട്ടുള്ളവർക്കറിയാം. ആക്ച്വൽ സെയിൽസിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ബ്രേക്ക് ഈവൻ പോയിൻ്റ് കുറയ്ക്കണം. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സെയിൽസ് എന്തുമാത്രം അകലെയാണ്, ആ ഒരു സേഫ് സോണിനാണ് അല്ലെങ്കിൽ ആ ഒരു സേഫ്റ്റിനാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്നുകൊണ്ട്. അതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇനി സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബി നേരത്തെ നമ്മൾ കണ്ടു 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 10ൽ കൂടുതൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ? നേരത്തെ സെക്ഷനിൽ 15 ക്വസ്റ്റ്യൻ തന്നിട്ടായിരുന്നു 10 ക്വസ്റ്റ്യൻ എഴുതാൻ പറഞ്ഞത്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. നമുക്ക് എത്ര ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്? 10 ക്വസ്റ്റ്യൻ തന്നിട്ടാണ് 5 ക്വസ്റ്റ്യൻ എഴുതാൻ പറഞ്ഞേക്കുന്നത്. വാട്ട് ഈസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ചോദിച്ചിട്ടുണ്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്തായിരുന്നു? ഒരു സെറ്റ് ഓഫ് റൂൾസാണ്, ലീഗലി എൻഫോഴ്സബിൾ ആയിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? നമ്മുടെ അക്കൗണ്ടിങ് പ്രൊസീജിയർ എങ്ങനെ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇൻഡ് AS എന്ന് പറയുന്നത് പുതുതായിട്ട് കൊണ്ടുവന്നതാണ്. ഓക്കെ, അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളൊരു ഇപ്പോഴത്തെ റെലവൻറ്റ് ഇൻഫർമേഷനെ കുറിച്ചൊക്കെ ഒന്ന് അറിയുന്ന ആളായിരിക്കണം. പോട്ടെ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി ആൻഡ് ഇറ്റ്സ് റെലവൻസ് എന്ന് പറയുന്നത്. കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി പറയുന്നത് ഇതാണ്. എന്താണ്? നമ്മളൊരു പ്രൊസീജിയർ ഫോളോ ചെയ്താൽ, നമ്മുടെ അക്കൗണ്ടിങ്ങിനകത്ത് ഒരു പ്രത്യേക പ്രൊസീജിയർ ഫോളോ ചെയ്താൽ അത് പെട്ടെന്ന് അങ്ങ് മാറ്റാൻ പാടില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഡിപ്രിസിയേഷനൊക്കെ അറിയാവുന്നവർക്കറിയാം. ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കാൻ ഒരുപാട് മെത്തേഡുകളുണ്ട്. ഒരു മെത്തേഡ് നമ്മൾ ഡിപ്രിസിയേഷൻ എടുത്തു കഴിഞ്ഞാൽ അവസാനം വരെ അക്കൗണ്ട് ആ മെത്തേഡ് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക. ഇല്ല, മാറ്റേണ്ട ഒരു അവസ്ഥ വന്നാൽ അത് പ്രോപ്പറായ രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ്. ഓക്കെ. പിന്നെ വാട്ട് ആർ സബ്സിഡറി ബുക്സ്? 7 എണ്ണം ഉണ്ട്. 7 ഏതൊക്കെയാണെന്ന് നോക്കുക. പിന്നെ ഇഫ് ഗ്രോസ് പ്രോഫിറ്റ് ഈസ് 10,000 ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസ് അമൗണ്ട് 6,000, വാട്ട് വിൽ ബി ദി എമൗണ്ട് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ? അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കുറച്ചാൽ മതി, എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് കിട്ടും. വലിയ പണിയൊന്നുമില്ല. ആ ഒരു അറിവുണ്ടായിരിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് 2 ബാലൻസ് ഷീറ്റുകൾ എടുത്ത് നോക്കുമ്പോൾ, 2 വർഷങ്ങൾ എടുത്ത് നോക്കുമ്പോൾ എന്തുമാത്രം ഫണ്ടിൻ്റെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്ത് കാരണം ഉണ്ടായി അതറിയാനാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. പിന്നെ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓൺ ഹൗ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് വിത്ത് ചേഞ്ച് ഇൻ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി. അവിടെ വീണ്ടും എക്കണോമിക്സിൻ്റെ ഒരു കോൺസെപ്റ്റ് നമുക്ക് വേണമെങ്കിൽ പറയാനുള്ള സാധനമാണ് കയറി വന്നേക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു വർക്കിംഗ് ക്യാപിറ്റൽ എന്തായിരുന്നു? ഒരു ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാപിറ്റലാണ്, എമൗണ്ടിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ ഒരുപാട് വഴികളുണ്ട്. അതിൽ ഒരു വഴിയാണ് ഈ പറഞ്ഞേക്കുന്നത്, കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. ഇവിടെ എന്താണ് ഈ ചോദ്യം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഇത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. പോട്ടെ, ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാര്യം ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതെന്ന് പറഞ്ഞ ഏരിയയാണ്. നമുക്ക് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം, പകരം ചോദ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ കാൽക്കുലേറ്റ് ദ കോൺട്രിബ്യൂഷൻ ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഇൻഫർമേഷൻ. കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക. നമ്മൾ കോൺട്രിബ്യൂഷൻ്റെ കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഇവിടെ എന്ത് തന്നിട്ടില്ല? പ്രോഫിറ്റ് തന്നിട്ടില്ല. അപ്പോൾ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് കിട്ടും. സെയിൽസിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് കുറച്ചാൽ എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ആ പ്രോഫിറ്റും ഈ തന്നേക്കുന്ന ഫിക്സഡ് കോസ്റ്റും കൂടെ ആഡ് ചെയ്താൽ കോൺട്രിബ്യൂഷൻ കിട്ടും. ഒന്ന് സ്ലോ ചെയ്ത് ഇത് കണ്ടു നോക്കിയിട്ട് ചെയ്ത് നോക്കുക, എളുപ്പമാണ്. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്താണ്? നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു, PV റേഷ്യോ പറഞ്ഞു. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കമ്പോണൻസ് ഓഫ് ഓവർ ഹെഡ്സ് എന്ന് പറയുന്നുണ്ട്. ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. അപ്പോൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ സാധാരണ കോസ്റ്റ് പറയുന്ന പോലെ ഫിക്സഡ് പാർട്ട് ഉണ്ടാവും, വേരിയബിൾ പാർട്ട് ഉണ്ടാവും, അങ്ങനെ അതിൻ്റെ ഇതുണ്ട്. വീണ്ടും ഇതെന്താണ്? കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അത്ര ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് സിലബസിൽ പറയാത്ത കാര്യമാണ്, ബട്ട് സ്റ്റിൽ അവരത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് തന്നിട്ടാണ് അവർ ഇത്തരം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സെക്ഷൻ B കവർ ചെയ്തു. സെക്ഷൻ Cയിലേക്ക് പോവാം. സെക്ഷൻ Cയിൽ എന്താ പറയുന്നത്? 4 ക്വസ്റ്റ്യൻ അല്ലേ?
ആൻസർ എനി ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരിങ് 5 മാർക്ക്. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, എത്ര എണ്ണം എഴുതിയാൽ മതി? 4 എണ്ണം എഴുതിയാൽ മതി. വീണ്ടും ഒരു ടിപ്പ് തരികയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം കിട്ടിക്കഴിയുമ്പോൾ ഈ പറഞ്ഞ ഓപ്ഷനുകളൊന്ന് നോക്കി സെലക്ട് ചെയ്ത് വയ്ക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്കിവിടെ 10 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 10 ക്വസ്റ്റ്യൻ എന്നെക്കൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല, എഴുതാൻ എനിക്ക് അറിയത്തുമില്ല. ഈ 10ൽ ഏത് 5 ഞാൻ എഴുതാൻ പോകുന്നതെന്ന് ആദ്യം എന്ത് ചെയ്യുക, ഒന്ന് സൈഡിൽ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. പിന്നെ 5 എണ്ണം മാർക്ക് ചെയ്ത് വെച്ചാൽ എന്നിട്ട് നമുക്ക് പിന്നീട് അവസാനം എഴുതി തുടങ്ങിയാൽ പിന്നെ ഇരുന്ന് നമ്മൾ ഈ തപ്പി കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പരിപാടി ഒന്ന് ചെയ്യാൻ നോക്കുക. ഏതാണ് എഴുതാൻ പോകുന്നതെന്ന് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം, സെക്ഷൻ സിയിലേക്ക് പോകാം. അതിൽ ഏതോ ഒരു 4 ക്വസ്റ്റ്യൻ എഴുതണം, ഓരോന്നിനും 5 മാർക്ക് ചെയ്തതാണ്. അപ്പോൾ മാക്സിമം അതിൻ്റെ പ്രോബ്ലം തുടങ്ങുന്നവർക്ക് ഇവിടെ നിന്നായിരിക്കും. കാര്യം 2 മാർക്ക് നിങ്ങൾക്ക് ലിമിറ്റേഷൻ ഉണ്ടല്ലോ പ്രോബ്ലം ചോദിക്കുന്നത്. നമുക്ക് നോക്കാം എന്ത് ടൈപ്പ് ഓഫ് പ്രോബ്ലമാണ് ചോദിക്കുന്നത്. അനിൽ ബിസിനസ് തുടങ്ങി, അയാൾക്ക് പൈസ ഉണ്ടായിരുന്നു, സേവ് ചെയ്ത പൈസയായിരുന്നു. ഓക്കെ, ഒരു മാസം നടന്ന കാര്യം തന്നിട്ട് ജേണൽ എൻട്രി എഴുതാനാണ് പറയുന്നത്. ഓർക്കുക, ഇവിടെ ഫോർമാറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ടാവും. കൃത്യം ഫോർമാറ്റിൽ തന്നെ വരയ്ക്കുക. എന്താണെന്ന് ഓർമ്മ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഡേറ്റിനൊരു കോളം, പെർട്ടിക്കുലേഴ്സ്, ഡെബിറ്റ്, ക്രെഡിറ്റ്. ഇവിടെ DR CR എന്ന് എഴുതി ഡെബിറ്റും ക്രെഡിറ്റും. ജേണലായിട്ട് തന്നെ എഴുതുക. നറേഷനുകൾ എഴുതുക. ഓരോ ജേണൽ എൻട്രിക്ക് ശേഷം വരയിടുക. ഡെബിറ്റിൽ എമൗണ്ട് എഴുതുക, ക്രെഡിറ്റിൽ എമൗണ്ട് എഴുതുക, ഡേറ്റ് എഴുതുക. അങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം എഴുതി പോവുക. ഇനി ഓരോരോ ജേണലായിട്ട് പറയാൻ സമയമില്ല. അറിയില്ലെങ്കിൽ ഒന്ന് നോക്കാം എങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതുന്നതെന്ന് നോട്ടിച്ച് നോക്കുക. 26 കഴിഞ്ഞ് 27ാമത്തെ ക്വസ്റ്റ്യൻ കറക്റ്റ്. പ്രിപ്പയർ ദ ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ്. സിമ്പിളായിട്ട് അവർ പറഞ്ഞു പോയിട്ടുണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന്. ഇവിടെ വലിയൊരു പരീക്ഷണമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്ത് വയ്ക്കുന്ന കാര്യം. നിങ്ങൾക്ക് ട്രേഡിംഗ് അക്കൗണ്ട് വായിക്കാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് എല്ലാം എന്തല്ല ആവശ്യമുള്ളതല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ അകത്ത് നിന്ന് ഡയറക്റ്റ് എക്സ്പെൻസുകൾ ഏതാണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഏതാണ് തിരിച്ചറിയാനുള്ള കഴിവ് വേണം. എന്നാൽ ഇവർ പറഞ്ഞേക്കുന്ന ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. നോക്കുക, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ല, ട്രേഡിംഗ് അക്കൗണ്ട് മാത്രം വരച്ചാൽ മതി. കാര്യം എളുപ്പമാണ്. പക്ഷേ നിങ്ങൾക്ക് എന്തറിയണം, ഡയറക്റ്റ് ഏതാണ് ഇൻഡയറക്റ്റ് ഏതാണെന്ന് അറിയണം. അപ്പോൾ നമുക്ക് നോട്ടിച്ച് നോക്കാം. ഇവിടെ സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ആദ്യത്തെ നമ്മുടെ ഓപ്പണിംഗ് ഡേ മാർച്ച് 31, 2014 അവസാനിച്ചെങ്കിൽ ബിസിനസ് തുടങ്ങിയത് April 1, 2015 അന്നത്തെ സ്റ്റോപ്പാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ പാർട്ടാണ്. ക്യാഷ് പർച്ചേസസ് വരും, ക്രെഡിറ്റ് പർച്ചേസസ്. ഓക്കെ, രണ്ടും കൂടെ ഒരുമിച്ച് പർച്ചേസസ് ആയിട്ട് വരും. പർച്ചേസ് റിട്ടേൺ നമ്മൾ കൺസിഡർ ചെയ്യും. സെയിൽസ് നമ്മൾ എഴുതും. ക്രെഡിറ്റ് രണ്ടും കൂടെ ഒരുമിച്ച് സെയിൽസ് ആയിട്ട് എഴുതും. ലോസ് ഓഫ് ഗുഡ് ബൈ ഫയർ ഇത് എഴുതിയാൽ തെറ്റില്ല. ബട്ട് കണ്ടീഷൻസ് ഒന്നും പറയാത്ത സ്ഥിതിക്ക് നമുക്ക് എവിടെ എഴുതിയാലും തെറ്റില്ല. ഇല്ലെങ്കിൽ അതൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നും പോട്ടെ. വേജസ് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ മെയിൻ പർപ്പസ് എന്താണോ, മെയിൻ ബിസിനസ് എന്താണോ അതുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതാണ്. ഓരോ യൂണിറ്റിനും നേരിട്ട് ബന്ധമുള്ളതാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ആയിട്ട് നേരിട്ട് ബന്ധം വേണം. സാലറി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇന്നൊരു പർപ്പസിനല്ല നമ്മൾ സാലറി കൊടുക്കുന്നത്, മൊത്തത്തിലാണ്. ഇപ്പോൾ ഒരു അക്കൗണ്ടൻ്റ് അല്ലെങ്കിൽ നമ്മളതൊരു മാർക്കറ്റർ, അയാൾ ഈ പ്രൊഡക്ഷന് മെയിൻ ബിസിനസ്സായിട്ട് ബന്ധമില്ലാതെ അയാൾക്ക് എന്ത് കൊടുക്കും, സാലറി കൊടുക്കും. വേജ് അങ്ങനെയല്ല, തൊഴിലാളികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവർ ഒരു ദിവസം ഒരു 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ 100 എണ്ണം പാക്ക് ചെയ്ത് അങ്ങനെ കൃത്യം നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റും അവരുടെ ജോലി. അതിനാണ് വേജസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുണ്ട്, അത് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഉൾപ്പെടുത്താം. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് എന്താണ്, കമ്മീഷൻ ഓൺ പർച്ചേസ് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. ക്ലോസിംഗ് സ്റ്റോക്ക് ഉൾപ്പെടുത്താം. ഡ്രോയിങ് ഇൻ ഗുഡ്സ് ബൈ പ്രോപ്പർട്ടി, ഡ്രോയിങ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വരുന്ന സാധനമല്ല. എക്സ്പെൻസ് ഓഫ് ടേക്കിംഗ് ഡെലിവറി. ഓക്കെ, ഡെലിവറി കൊടുത്തതിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെടുന്നല്ലോ, നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് പുറത്ത് പോയതിന് ശേഷം വരുന്നൊരു എക്സ്പെൻസ് അല്ലേ. ഓക്കെ, പിന്നെ ഗുഡ്സ് ഗിവൺ ഓൺ ചാരിറ്റി, അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഇതായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഡ്രോയിങ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അല്ല, നമ്മളെ പേഴ്സണൽ അല്ലല്ലോ, ചാരിറ്റി കൊടുത്തല്ലേ. ക്യാരേജ് ഇൻവേർഡ് എന്താണ്, നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കേണ്ട കാര്യമാണ്. പക്ഷേ ക്യാരേജ് ഔട്ട്വേർഡ് ഉണ്ടെങ്കിൽ എടുക്കത്തില്ല. ഫ്രീ സാമ്പിളായിട്ട് കൊടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പർച്ചേസിൽ നിന്ന് കുറച്ച് കാണിക്കുന്നു. കൺസൈൻമെൻറ്റ് അറ്റ് കോസ്റ്റ് അത് നമ്മൾ കാണിക്കത്തില്ല. റെൻറ്റ് കൊടുത്തത്, ഡിസ്കൗണ്ട് കൊടുത്തത്, കമ്മീഷൻ കൊടുത്തത്, ട്രാവലിംഗ് എക്സ്പെൻസ് ഒന്നും ഇവിടെ വരത്തില്ല, ട്രേഡിംഗ് അക്കൗണ്ടിൽ വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്ര ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമില്ല. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം, എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് മനസ്സിലാക്കുക. ഈ പറഞ്ഞ എണ്ണിക്കയിൽ ഏതൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ് ആൻഡ് ഡയറക്റ്റ് ഇൻകം. ഡയറക്റ്റ് ഇൻകം ഒന്നേ വരത്തുള്ളൂ, ഏതാണ് നമ്മുടെ സെയിൽസും പിന്നെ ആ ഒരു ഏരിയയിൽ ക്ലോസിംഗ് സ്റ്റോക്ക് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസുകൾ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കഴിയണം. എങ്കിൽ ഈ ക്വസ്റ്റ്യൻ സിമ്പിളാണ്. ബട്ട് അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തന്നെ ഒരു ചോദിച്ചിട്ടുമുണ്ട്. പോട്ടെ,
ഇനി അടുത്തത് കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കാമെന്നാണ് പറയുന്നത്. കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? കറണ്ട് അസറ്റ് എന്താണെന്ന് അറിയണം, കറണ്ട് ലൈബിലിറ്റി എന്താണെന്ന് അറിയണം. അപ്പോൾ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റി ആണ്. അപ്പോൾ അത് തിരിച്ചറിയാനുള്ള കഴിവില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ സിമ്പിളാണ് ഉള്ളത്. ഇത് രണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിൽ ഏതൊക്കെയോ എടുത്ത് മുകളിൽ ആഡ് ചെയ്ത് വയ്ക്കുക, ഏതൊക്കെയോ എടുത്ത് താഴെ ആഡ് ചെയ്ത് വയ്ക്കുക, ഡിവൈഡ് ചെയ്താൽ ആൻസർ കിട്ടും. പക്ഷേ അത് രണ്ടും തിരിച്ചറിയാനുള്ള കഴിവില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കുക. പിന്നെ ഉള്ളത് ഫ്രം ദ ഫോളോയിങ് ബാലൻസ് ഷീറ്റ് കാൽക്കുലേറ്റ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഇത് വെർട്ടിക്കുലർ ബാലൻസ് ഷീറ്റ് ആയിരിക്കണം തന്നേക്കുന്നത്. കണ്ടോ, നിങ്ങൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ടൈപ്പ് ബാലൻസ് ഷീറ്റാണല്ലേ. ഇതാണ് നിലവിൽ കമ്പനിയിലെ പ്രകാരം ഏറ്റവും ലേറ്റസ്റ്റ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് അയാൾക്ക് എന്തുമാത്രം ഡെപ്റ്റ് ഉണ്ട്, എന്തുമാത്രം ഇക്വിറ്റി ഉണ്ടെന്ന് കണ്ടാൽ തന്നെ വലിയ പണിയൊന്നുമില്ല. അങ്ങ് ഒന്നും പോകേണ്ടത്, ആ ഷെയർ ഹോൾഡേഴ്സ് ക്യാപിറ്റൽ മാത്രം നോക്കിയാൽ മതി. ഇതെല്ലാം ഓണേഴ്സ് ഫണ്ടാണ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ഓണേഴ്സ് ഫണ്ടാണ് ഇത്രയും പാർട്ട് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പേജ് നോക്കാം. ഇയാൾക്ക് എന്തുമാത്രം ലയബിലിറ്റി ഉണ്ട്, ഈ ലയബിലിറ്റി ടോട്ടൽ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അയാളുടെ ഡെപ്റ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റി, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അയാളുടെ ടോട്ടൽ ലയബിലിറ്റി ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇവിടുത്തെ ബാലൻസ് ഷീറ്റിൽ പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നാണ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്താണെന്ന് കണ്ടെത്തുക. ആ ഒരു റേഷ്യോ ആയിരിക്കും, ആ ഒരു ആൻസറിനെ ആയിരിക്കും നമുക്കിവിടെ കൊടുക്കേണ്ടത്. ഓർമ്മിക്കുക, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, അത്ര ഇമ്പോർട്ടൻസേ ഉള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ ഉള്ളത് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ 5 മാർക്കിന് നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാം റേഷ്യോസാണ് ചോദിച്ചിരിക്കുന്നത്. കഴിയുന്ന അത്ര റേഷ്യോസിൻ്റെ ഫോർമുല പഠിക്കാൻ നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാം. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ അറിയണമെങ്കിൽ ആവറേജ് ഇൻവെൻട്രി അറിയണം. പിന്നെ എന്തറിയണം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അറിയണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. രാജ്യങ്ങൾ കോക്സ് എന്ന് ചില പേരിട്ട് വിളിക്കും. സംഭവം എന്താണ്, വേറെ ഒന്നുമല്ല, നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കാൻ അറിയാമെന്നുള്ളതിന് അതൊരു പണിയല്ല കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്തുക എന്ന് പറയുന്നത്. നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത്, പർച്ചേസസ് ഉണ്ടെങ്കിൽ അത്, പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസുകളുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങളൊന്ന് ആഡ് ചെയ്യുക. അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അഥവാ വിറ്റ സാധനത്തിൻ്റെ വില. അങ്ങനെയാണ് കണ്ടെത്തുന്നത്. ഇവിടെ എന്ത് പറയുന്നുണ്ട്, പർച്ചേസ് പറയുന്നുണ്ട്. ഇതാ കണ്ട, പർച്ചേസ് വരുന്നുണ്ട്. വേജസ് ഒരു ഡയറക്റ്റ് എന്താണ്, എക്സ്പെൻസ് ആണ്. ക്യാരേജ് ഇൻവേർഡ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് പറയുന്നില്ല. ഇത് 3 കൂടെ ആഡ് ചെയ്ത് എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം, നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരുന്നു കുറയ്ക്കേണ്ടേ. വീണ്ടും അവിടെ ഒരു പണി തന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ല. അപ്പോൾ സെയിൽസാണ് പകരം തന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം സെയിൽസ് കുറച്ച് ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കുക, എന്നിട്ട് അതെടുത്ത് വീണ്ടും കുറയ്ക്കുക. ചെറിയൊരു കുരുക്ക് ഇട്ടിട്ടുണ്ട്, കൊള്ളാം. നല്ല സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. സിലബസ് വെച്ച് എത്ര സ്റ്റാൻഡേർഡുള്ള സാധനം ആയിരുന്നില്ല, പോട്ടെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണ്, ഈ റേഷ്യോസിന് അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഉള്ളത് വീണ്ടും റേഷ്യോ തന്നെ 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഫോളോയിങ് ഇൻഫർമേഷൻസ് അവൈലബിൾ ഫോർ ദി ഇയർ 2016-17 കാൽക്കുലേറ്റഡ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ എന്ത് വേണം, ഒന്നും വേണ്ട, ഗ്രോസ് പ്രോഫിറ്റും വേണം, പിന്നെ എന്ത് വേണം, സെയിൽസും വേണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ട്രേഡിംഗ് അക്കൗണ്ട് വരച്ച് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളൊരു ഒറ്റ പണിയേ ഉള്ളൂ. അവിടെ സെയിൽസ് തന്നിട്ടില്ലേ, റവന്യൂ ഫ്രം ഓപ്പറേഷനും തന്നിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി. റേഷ്യോൻ്റെ ഫോർമുല നോക്കുക. പിന്നെ ഇത് പ്രിപ്പയർ ദ ഷെഡ്യൂൾ ഓഫ് ചേഞ്ച് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഒന്നുമില്ല, ചേഞ്ച് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നേരത്തെ പറഞ്ഞു. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്ത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്, കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ഈ ഷെഡ്യൂൾ ഓഫ് ചേഞ്ച് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആദ്യം കറണ്ട് അസറ്റുകൾ സൈഡിലോട്ട് താഴോട്ട് എഴുതുക, പിന്നെ കറണ്ട് ലയബിലിറ്റികൾ എഴുതുക. അപ്പോൾ എന്താണ് കറണ്ട് അസറ്റ്, എന്താണ് കറണ്ട് ലയബിലിറ്റി, ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു. കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന, ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ലയബിലിറ്റികൾ. ഓക്കെ, അപ്പോൾ ഈ തന്നേക്കുന്നതിൻ്റെ അകത്ത് നിന്ന് കറണ്ട് അസറ്റുകൾ ഏതാണ്, കറണ്ട് ലയബിലിറ്റികൾ ഏതാണ് ആദ്യം കണ്ടെത്തുക. എന്നിട്ട് ആ പേരുകൾ, എമൗണ്ടിൻ്റെ കാര്യം ഇപ്പോൾ പറയുന്നില്ല, പേരുകൾ എന്ത് ചെയ്യുക, താഴോട്ട് എഴുതുക. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുന്നു, കറണ്ട് അസറ്റ് എന്ന് ഹെഡിങ് കൊടുക്കുന്നു, കറണ്ട് അസറ്റുകളുടെ പേര് താഴോട്ട് എഴുതുന്നു, കറണ്ട് ലയബിലിറ്റി എഴുതുന്നു, അതിൻ്റെ പേര് താഴോട്ട് എഴുതുന്നു. എന്നിട്ട് ഇവിടെ ഈ പറഞ്ഞ വർഷം 2020, 2021 ആ 2 വർഷം എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ വർഷങ്ങളിലെ എമൗണ്ടുകൾ എഴുതി പോവുക. ഓർക്കുക, ഇത് മൊത്തം ഈ പറഞ്ഞ മൊത്തം എടുത്ത് അങ്ങോട്ട് വായിച്ച് വയ്ക്കാനല്ല പറയുന്നത്,
പിന്നെ എന്ത് ചെയ്യണം, കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി ഏതെന്നും കണ്ടുപിടിച്ചിട്ട് ആ പേരുകൾ താഴോട്ട് എഴുതിയിട്ട് വർഷങ്ങൾ കൊടുക്കുക, ഓരോ വർഷത്തിലെ എമൗണ്ട് എഴുതുക. എമൗണ്ട് എഴുതിയിട്ട് അപ്പുറത്ത് ഒരു കോളം കൂടെ ഉണ്ടാക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് മാത്രം ഡിഫറൻസ് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഏറ്റവും അവസാനം ഇതിൻ്റെ ടോട്ടലിൻ്റെയും ഡിഫറൻസ് ഇവിടെ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് എഴുതുക. കുറച്ച് പാടായിട്ട് തോന്നും, സിമ്പിൾ സാധനമാണ്. പക്ഷേ ഇത് ചെയ്യണമെങ്കിൽ എന്തറിയണം, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ അറിയണം. അവിടെയാണ് അതിൻ്റെ ഒരു പാർട്ടാണ് ഇത് പ്രിപ്പയറിങ് ഷെഡ്യൂൾ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ബട്ട് ഞാൻ സിമ്പിൾ സാധനമായിട്ട് ഞാനൊന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അറിയാമെന്നുള്ളവരൊന്ന് ചെയ്യാത്ത ഇവിടെ ഒരു തിയറി ക്വസ്റ്റ്യൻ ആ സാധനം കൊണ്ട് തന്നിട്ടുണ്ട്. ഡിസ്കസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ തറപ്പിച്ച് പറഞ്ഞ കാര്യമാണ്. ഈ ഡിഫറൻസ് ഉറപ്പായിട്ടും ചോദിക്കും. ഒരു 5 പോയിൻ്റെങ്കിലും എല്ലാത്തിൽ നിന്നൊന്ന് നോക്കി വെച്ചേക്കുക. പിന്നെ നമ്മൾ എങ്ങോട്ട് പോകണം, ദ ഗ്രേറ്റസ്റ്റ് പാർട്ട്. 15 മാർക്ക് തന്നെയാണല്ലേ, സോറി, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ 10 മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വേറെ ആരുടെയോ കണ്ടിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹയസ്റ്റ് മാർക്ക് 15 മാർക്ക് തന്നെയാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഫ്രം ദ ഫോളോയിങ് പറ്റി പ്രിപ്പയർ ജേണൽ ആൻഡ് പോസ്റ്റ് ദ മെനി ലെഡ്ജർ. സിമ്പിൾ പരിപാടി, ജേണലും വരയ്ക്കുക, ലെഡ്ജറും വരയ്ക്കുക. രണ്ടും അറിയാമെങ്കിൽ എന്ത് ചെയ്യാം, ചെയ്ത് പോകാമെന്നുള്ളതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. 1 2 3 4 5 6 ട്രാൻസാക്ഷനേ ഉള്ളൂ ആകെപ്പാടെ. പിന്നെ പറയുന്നു ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഓഫ് ഡെവീസ് ഔട്ട്ലെറ്റ് പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കാനാണ് പറയുന്നത്. ബാലൻസ് ഷീറ്റും വരയ്ക്കുക. സിമ്പിൾ പരിപാടിയാണ്, വലിയ കാര്യങ്ങളൊന്നുമില്ല. അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഒന്നും തന്നെയില്ല. ഞാൻ പറഞ്ഞില്ല, അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നും നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയില്ല. ക്ലോസിംഗ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ 15 മാർക്കിന് എന്ത് തന്നിട്ടുണ്ട്, 2 തിയറി ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. എന്താ ചോദിച്ചിരിക്കുന്നത്, സിഗ്നിഫിക്കൻസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെയും പോയി കഴിയുന്നു. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അറിയാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തിയറി ക്വസ്റ്റ് എഴുതാൻ പറ്റത്തില്ല. ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്, നിങ്ങൾ സിലബസിൽ തന്നെ 2 എണ്ണം പറയുന്നുണ്ട്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റും. പിന്നെ എന്തുണ്ട്, പിന്നെ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും. ഈ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തിയറി നിങ്ങൾ എഴുതാൻ നിൽക്കുകയാണെങ്കിൽ ഒരു പ്ലാനിങ് വേണം നിങ്ങൾക്ക്. അതായത് ഫസ്റ്റ് എന്ത് പറഞ്ഞു തുടങ്ങുക, ഇപ്പോൾ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് എഴുതുന്നത് വിചാരിക്കുക. ആദ്യം കോസ്റ്റ് എന്താണെന്ന് പറഞ്ഞു തുടങ്ങുക. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഹെഡിങ് കൊടുത്ത് അവിടെ എന്തെങ്കിലുമൊക്കെ എഴുതി ചേർക്കാൻ നോക്കുക. പിന്നെ ക്ലാസിഫിക്കേഷൻ 2 തരം ഉണ്ടെന്ന് പറഞ്ഞൊരു പടമൊക്കെ വരച്ച് കൊടുത്ത് പടത്തിൽ എന്ത് കാണിക്കുക, ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് വന്നു, വേരിയബിൾ ഫിക്സഡ് വന്നു എന്നൊക്കെ കാണിച്ചിട്ട് പിന്നെ പയ്യെ എഴുതി പോവുക. അത്യാവശ്യം സ്റ്റെപ്പായിട്ട് പോയാൽ മാർക്ക് തരും. പിന്നെ വലിയ പാടാണ് തിയറി ക്വസ്റ്റ്യൻസ്. പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ്റെ കൂടെ ചോദിച്ചാൽ പൊതുവേ അവർ മാർക്ക് തരാൻ വലിയ പാടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് കിടക്കുന്നത്. നിങ്ങളെ സ്റ്റഡി മെറ്റീരിയലിൽ തന്നെയുള്ള ഫസ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണ്. നമുക്കിനി എന്താ ഇതേപോലെ നോട്ടിച്ച് സെക്കൻഡ് മെറ്റീരിയലും കൂടെ നോക്കാം, സെക്കൻഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യനും കൂടെ നോക്കാം.